നമസ്കാരം. ഞാനിപ്പോൾ വാട്ടർഫോർഡുള്ള സിയോർ വാലി റെയിൽവേയുടെ അടുത്താണുള്ളത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇങ്ങനെ ഒരു ഒഴിവ് സമയത്ത് വന്ന് ജസ്റ്റ് ഒരു ട്രെയിൻ യാത്ര, ഒരു ഫൺ റൈഡാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് അങ്ങോട്ടും അവിടുന്ന് 15 മിനിറ്റ് ഇങ്ങോട്ടും തിരിച്ച് വരുന്ന ഒരു യാത്രയാണ്. കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് ഇന്ന് വന്നു. ഒരു ഓപ്പൺ ട്രെയിൻ, ഒരു 3 ബോഗിയുള്ള ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞ് ട്രെയിൻ. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ വാട്ടർഫോർഡ് കിൽമീഡൻ എന്ന് പറയുന്ന സ്ഥലത്താണിത്. അപ്പോൾ ആ ട്രെയിൻ യാത്രയും മറ്റു വിശേഷങ്ങളായിട്ട് കാണാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുട്ടികളൊക്കെ ആയിട്ട് വാട്ടർഫോർഡ് ഒരു ട്രിപ്പിന് വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് സിയോർ വാലി റെയിൽവേ. ഇത് നമ്മുടെ നാട്ടിലെ ട്രെയിനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വളരെ ചെറിയൊരു ട്രെയിനാണ്. 3 ഫീറ്റ് മാത്രമുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെ പോകുന്ന 3 ബോഗികളുള്ള ഒരു ചെറിയ ട്രെയിൻ. വാട്ടർഫോർഡിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയുള്ള കിൽമീഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതും അതിൻ്റെ തുടക്കവും. 18-ാം നൂറ്റാണ്ടിൽ അയർലൻഡിൻ്റെ പല ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന റെയിൽവേ ട്രാക്കുകൾ പിന്നീട് ഉപയോഗശൂന്യമാകുകയും അത് റീസ്റ്റോർ ചെയ്ത് ഇവിടെ ഈ ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ഇവിടുന്ന് നേരത്തെ എടുക്കാം. ഞങ്ങൾ 2 അഡൽട്ടും 2 പിള്ളേരുമുള്ള ഞങ്ങൾക്ക് 32 യൂറോയാണ് ടിക്കറ്റ് ചിലവായത്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കഫേ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ നിന്ന് സ്നാക്സും കോഫിയും ഐസ്ക്രീമും ഒക്കെ മേടിക്കാം. ഇവിടെ വന്ന് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അതിന് ശ്രമിച്ചില്ല. വെറും 3 ബോഗികളുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയ ട്രെയിനാണ്. വളരെ പതിയെ പോകുന്ന ഒരു ട്രെയിൻ. നല്ല കാലാവസ്ഥയുള്ള ഒരു സമയത്ത് നിങ്ങളിവിടെ വരികയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഈ യാത്ര പൂർത്തിയാക്കാം. കിൽമീഡൻ എന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും മൊത്തം 10 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. ട്രെയിൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലുള്ള ചില കാർട്ടൂൺ കഥാപാത്രങ്ങളും അവരൊക്കെ വന്നിട്ട് പിള്ളേരെ ഒന്ന് ചീറപ്പ് ചെയ്യുന്നുണ്ട്. പിള്ളേർക്കൊക്കെ വളരെ സന്തോഷമായി. അപ്പോൾ നമ്മൾ 2 ഫാമിലിയും കൂടെ ഇപ്പോൾ ഇന്ന് ഒരു ചെറിയ യാത്ര, ഇന്ന് ഓഫായിരുന്നു, നല്ല കാലാവസ്ഥ, ഫ്രീ ആയിരുന്നു. എന്നാൽ പിന്നെ സമയം കളയേണ്ട, പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് കയറി പോവുകയാണ്. വാട്ടർഫോർഡിൽ നിന്ന് ഡങ്കാറുവിന് പോകുന്ന ഗ്രീൻവേയുടെ സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ യാത്ര. അതുപോലെ തന്നെ അയർലൻഡിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ നദിയായ റിവർ സ്യൂറിൻ്റെ സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ യാത്ര. (2003) ഇന്ന് ഈ കാണുന്ന റെയിൽവേ ട്രാക്കിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ 12 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് എല്ലാ വർഷവും സമ്മറിൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. വിന്റർ സമയത്ത് ഇത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ ട്രെയിൻ യാത്രയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിങ്ങളും കൂടെ ചേരുക. വാട്ടർഫോർഡിലേക്ക് ട്രിപ്പിന് വരുന്നവരും അതുപോലെ തന്നെ വാട്ടർഫോർഡ് താമസിക്കുന്നവരും ഇതുവരെ ഇതിനകത്ത് കയറാത്തവരൊക്കെ ഒരു ഒഴിവ് സമയം നോക്കി ഇവിടെ വന്ന് കുട്ടികളൊക്കെ ഒത്ത് ഒന്ന് ഈ യാത്രയൊന്ന് ആസ്വദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ പാസഞ്ചർ ട്രെയിനിലും മറ്റ് ട്രെയിനൊക്കെ യാത്ര ചെയ്തവർക്ക് ഇത് ഒരു വലിയ സംഭവമല്ലായിരിക്കും. പക്ഷേ പിള്ളേർക്കൊക്കെ ഇത് വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരിക, യാത്ര ആസ്വദിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വാട്ടർഫോളിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ കിൽമീഡ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്താൻ സാധിക്കും. അപ്പോൾ നല്ലൊരു വെതറൊക്കെ ഉള്ള ദിവസം നോക്കി വാട്ടർഫോൾ ഉള്ളവരും അതുപോലെ ഇവിടെ ട്രിപ്പിന് വരുന്നവരൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു ഫൺ റൈഡിന് ഇവിടെ വരിക. അതുപോലെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ചെറിയ റിഫ്രഷ്മെന്റ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.